ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം പ്രതികരണങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ലഹരി എന്ന് പറഞ്ഞാൽ സംഗീതമാണ് നമ്മുടെ ലഹരി. ഈ നാട്ടില് ഇപ്പോ അതായത് ഈ കലാപരമായ അല്ലെങ്കിൽ സാംസ്കാരികപരമായ പല പ്രശ്നങ്ങളും കട്ട് ചെയ്യപ്പെടുന്നുണ്ട്, സാംസ്കാരികമായ ഇടങ്ങളെ കട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ മറ്റു ലഹരികൾക്ക് സ്ഥാനം പിടിച്ചു വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് കലാപരമായും കായികപരമായും പുതിയതായിട്ട് ഉയർന്നു വരുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ പുതിയ തലമുറയൊക്കെ ആ വഴിയിലേക്ക് നയിക്കാനുള്ളൊരു ശ്രമം നടത്താൻ ശ്രമിച്ചാൽ മിക്കവാറും ഇപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി എതിരായിട്ടാണോ പോരാടുന്നത് ആ പോരാട്ടത്തിന്റെ ആക്കം കുറയ്ക്കാൻ പറ്റും. കാരണം പിള്ളേരെല്ലാം വഴിമാറി ചിന്തിച്ചു വരും. അപ്പോൾ തീർച്ചയായിട്ടും അതായിരിക്കണം ലഹരി. നമ്മുടെ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തികളായിരിക്കും, അല്ലാതെ മറ്റു ലഹരികൾ തേടി പോകുന്നതിന്റെ പ്രത്യാഘാതം സമൂഹത്തിന് ഏറെ ദോഷം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നില്ല, എല്ലായ്പ്പോഴും ടി വി തുറന്നാൽ നമ്മൾ കാണുന്നത് കൊലയും കൊള്ളയും ഇതെല്ലാത്തിൻ്റെയും പുറകിൽ ലഹരിയുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ലഹരി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഉന്മൂലനം ചെയ്യാനും നിർമ്മാർജ്ജനം ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങൾ ഭരണപക്ഷത്തിന്റെ കയ്യിൽ നിന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ തലമുറയെ നേർവഴിക്ക് നയിക്കാനുള്ള അവരുടെ കലാപരമായും സാംസ്കാരികമായും ഉന്നമനത്തിലേക്ക് എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങളും കൂടെ ഉണ്ടാകും. എങ്കിൽ മാത്രമേ ഈ ലഹരിയിൽ നിന്ന് നമുക്ക് മുന്നിലാകാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കണം നമ്മുടെ ലഹരി. 35 വർഷം അധ്യാപന രംഗത്ത് പ്രവർത്തിച്ചതുകൊണ്ട് ഈ മയക്കുമരുന്നിൻ്റേതായിട്ടുള്ള ഒരു ഭീകരാവസ്ഥയിൽ അതുയർത്തുന്നതായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ എനിക്ക് നല്ലവണ്ണം തൊട്ടറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി തവണ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. എനിക്ക് ഒരു അമ്മ പറഞ്ഞ ഫലിതമാണ് ഓർമ്മ വരുന്നത്. ഒരു വീട്ടിന്റെ ഉള്ളിൽ ഇൻഡോർ പ്ലാന്റായിട്ട് കഞ്ചാവ് ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്താണ് വീടിനുള്ളിൽ ഇങ്ങനെ കഞ്ചാവ് ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ വളരെ വേദനയോടെ പറഞ്ഞൊരു കാര്യം, മായം ചേർക്കാത്ത കഞ്ചാവ് എന്റെ മകന് കിട്ടുമല്ലോ എന്നാണ്. ശരിക്കും വളരെ വല്ലാത്ത ഒരു സഹന യാഥാർത്ഥ്യമാണത്. ഒരു പുതിയ ട്രെൻഡുകൾ ഇപ്പോൾ ടയറ് ഒട്ടിക്കുന്ന തരത്തിലുള്ള ചുവന്ന തരത്തിലുള്ള പേസ്റ്റ്, അത് കുട്ടികൾ കൊണ്ടുവന്നത് ഞാൻ ക്ലാസ്സിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. കോളേജ് ക്യാമ്പസിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കിന്റെ ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് അത് ബ്രീത്ത് ചെയ്യുന്ന കുട്ടികളെ എനിക്ക് വളരെ വല്ലാത്ത വേദനയോടെ. പിന്നെ കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതോ തരത്തിലുള്ള മാജിക് മഷ്റൂം, ഇങ്ങനെ അനവധി കെമിക്കലും നോൺ കെമിക്കലുമായിട്ടുള്ള അനവധി. ഇവര് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 5 വർഷമോ മറ്റൊക്കെ കഴിയുമ്പോൾ ഇപ്പൊ തന്നെ ഈ കെമിക്കൽ ആയിട്ടുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലുകളൊക്കെ പൊടിയുന്നു, പല്ലുകൾ ദ്രവിച്ചു പോകുന്നു. ഇതൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് അവർ തന്നെയാണ് അവരുടെ വഴി കണ്ടെത്തേണ്ടത് എന്ന് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലും പറയാനായിട്ട് പറ്റുന്നുള്ളൂ. നമ്മൾക്ക് വഴി തെളിച്ചു കൊടുക്കാം, അതിന്റെ വിപത്തുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്താം. അതിനപ്പുറം നമ്മൾ നിസ്സഹായരാണ്, മാതാപിതാക്കളും അധ്യാപകരുമെല്ലാം. എങ്കിലും ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട്